ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം, 2-2.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, JBL ടൂർ പ്രോ 2 ഒരു അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സാധനം. ഇതിലിങ്ങനെ ഇൻബിൽഡ് സ്ക്രീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇൻബിൽഡ് സ്ക്രീനിൽ നമ്മളെ ചാർജിങ് കേസിൽ എത്ര ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ബഡ്സിൽ എത്ര ചാർജ് ഉണ്ടെന്നൊക്കെ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൽ നമുക്ക് സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്ന ഓഡിയോ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ആംബിയൻ കൺട്രോൾ, അതായത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നുള്ളത് ഈക്വലൈസർ നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ബാസ് വേണമെങ്കിൽ ബാസ് കൂട്ടി വെക്കുക, ട്രബിൾ വേണമെങ്കിൽ ട്രബിൾ കൂട്ടി വെക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സാധനത്തിന് നടക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ JBLൻ്റെ പിന്നെ പറയാനില്ല ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് എത്രത്തോളാണെന്നുള്ളത്. ആ ഒരു ക്വാളിറ്റി 2 വർഷമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അടിപൊളി സാധനം കേട്ടോ. നമുക്ക് ഏത് വെതറിലും ഇത് കൊണ്ടെടുക്കാൻ പറ്റും. ഇതിൽ പിന്നെ വരുന്നൊരു സംഗതി, ഇതിനെ നെട്ടിച്ചൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ANC ആണ്, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്ര നല്ല അടിപൊളി ANC ഔട്ട് ചെയ്യുന്ന കിട്ടുന്നുണ്ട്. നമ്മളൊരു വലിയൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഔട്ട്ഡോർ, ഇപ്പോൾ ഒരു ബസ്സിൽ പോകാണെന്ന് വിചാരിച്ചോളൂ, ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് എല്ലാ സൗണ്ടും പെട്ടെന്ന് ഇല്ലാണ്ടായ പോലെ തോന്നും. അത്ര നല്ല അടിപൊളിയായിട്ടുള്ളൊരു ANC ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു, ഒരു ലോങ് ടൈം റിവ്യൂ ആണ്. സാധനം ഉണ്ടല്ലോ പക്ക. പക്ഷേ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില ടൈമിൽ കോൾ ചെയ്യുമ്പോൾ, എനിക്കറിയില്ല ഇനി സോഫ്റ്റ്വെയർ ബഗ്ഗാണോ കാര്യം എന്താണോ എന്നറിയില്ല, ചില ടൈമിൽ കോൾ ചെയ്യുമ്പോൾ അതിൽ നമ്മളൊരു വോയിസ് നോട്ട് അയക്കാമെന്ന് വെച്ചാൽ ഫോണിൽ അതിൽ ഭയങ്കരമായിട്ട് ലാഗ്, അതുപോലെ തന്നെ ചില ടൈമിൽ ചില നോയ്സൊക്കെ കയറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാത്ത ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മളിപ്പോൾ ഒരു ഓഡിയോ കേൾക്കുകയാണ്, ഒരു വീഡിയോ കാണുകയാണ്, ഒരു എന്താ പറയുക, ഒരു സറൗണ്ട് നോയ്സ് എഫക്റ്റൊക്കെ പക്കടിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അടിപൊളി സാധനമാണ്. എന്താ പറയുക, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, എന്താ പറയുക, എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല. അതായത് ഒരു ലോങ് ടൈമിന് യൂസ് ചെയ്യുന്ന ആളുകളില്ലേ, അതായത് ചില ആളുകളുണ്ടാവും എപ്പോഴും ഇങ്ങനെ ഇയർബഡൊക്കെ മാറ്റി കളിക്കുന്ന ആളുകൾ, ഓർക്ക് ഈ സാധനം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈമിന് യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു 2 വർഷത്തിന് 3 വർഷത്തിനൊക്കെ ഫിക്സഡായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ സാധനം പൊളിയാണ്. പിന്നെ വേറെ ഒരുപാട് കോളുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇനി ചില ടൈമിൽ കോൾ ചെയ്യുമ്പോഴേക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കാത്തൊരു ഇഷ്യൂ ഉണ്ട്. ഇതിൽ 5-6 മൈക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ സംഗതി. പക്ഷേ എനിക്ക് ആ ഒരു ക്വാളിറ്റി എനിക്കറിയില്ല, ഇനി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലൈൻ്റ് ആണോ അതല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ബഗ്ഗാണോ എന്നറിയില്ല. ഇതുപോലെ ആരെങ്കിലും ഈ JBL ടൂർ 2 Pro യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് അവർക്ക് ഈ സെയിം ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ പുതിയൊരു മെമ്പർ ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞുതരും, ഒന്ന് കേട്ടിട്ട് വരിക. ഓക്കെ, ഇതാണ് JBL ടൂർ പ്രോ 2. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കേസ് വളരെ മികച്ചതാണ്, ഡിസ്പ്ലേയോട് കൂടിയ കേസാണിത്. ഇതാണ് ഇയർബഡ്സ്. നമുക്ക് ഈ JBL ഇയർബഡ്സ് ഉപയോഗിച്ച് നോക്കാം. ഓടുമ്പോൾ ഇത് ചെവിയിൽ നിന്ന് വീഴില്ല. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചതാണ്. വളരെ തിരക്കുള്ളൊരു സ്ഥലമാണിത്. നമുക്ക് ANC ഓൺ ചെയ്യാം. ഇപ്പോൾ പുറത്തുനിന്നുള്ള ശബ്ദം ഒന്നും കേൾക്കാനില്ല. ഇത്രയും വലിയ മഴയത്തും എനിക്കിത് ഉപയോഗിക്കാം. ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് വളരെ മികച്ചതാണ്. ഏത് എക്സ്ട്രീം വെതറിലും ഇത് ഉപയോഗിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, സോ ബൈ.